പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കാം. പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു ഫോർമുലാസ് ഉണ്ട്. ചില ആറ്റങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് നമുക്കറിയാം. ഫ്ലൂറിൻ 4 ആണ്, ഓക്സിജൻ 3.5 ആണ്. അപ്പോൾ നമുക്കൊരു മോളിക്യൂളായിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എങ്ങനെ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് കൈ എന്നാണ്. കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. കൈ എ മൈനസ് കൈ ബി which is equal to 0.208 റൂട്ട് ഡെൽറ്റ കിലോ കലോറി പെർ മോൾ. അപ്പോൾ കിലോ കാലറിയിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. ഇനി മറ്റൊരു യൂണിറ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ കൈ പി ഇസ് ഈക്വൽ ടു കൈ എ മൈനസ് കൈ ബി ഇസ് ഈക്വൽ ടു 0.1017 റൂട്ട് ഡെൽറ്റ കിലോ ജൂൾ പെർ മോൾ എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് ഡെൽറ്റ എന്നറിയണ്ടേ? ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എ ബി മൈനസ് റൂട്ട് ഓഫ് ഇ എ എ ഇൻറ്റു ഇ ബി ബി എന്നാണ്. അപ്പോൾ ഇനി എന്താണ് എ ബി എന്നറിയേണ്ടത്? ഇ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാറ്റങ്ങൾ തമ്മിൽ ചേർന്നിട്ടുണ്ടായി ഒരു മോളിക്യൂൾ ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ബോണ്ട് എനർജിയാണ്. ബോണ്ട് എനർജി ഓഫ് എ ബി എന്ന് പറയുന്നതാണ് ഇ എ ബി. ഈ എ എന്ന് പറയുന്നത് ബോണ്ട് എനർജി ഓഫ് എ എന്നാണ്. ഈ ബി ബി എന്ന് പറയുന്നത് ബോണ്ട് എനർജി ഓഫ് ബി ബി ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമുക്ക് പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ മെഷർ ചെയ്യാനാണെങ്കിൽ നമുക്ക് 2 യൂണിറ്റിൽ മെഷർ ചെയ്യാൻ പറ്റും. ഒന്ന് കിലോ കാലറി പെർ മോളിൽ പറ്റും, ഒന്ന് കിലോ ജൂൾ പെർ മോളിൽ പറ്റും. അതിനു വേണ്ടിയുള്ള ഫോർമുല റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് ഈ കൈ പി എന്ന്. അപ്പോൾ കൈ പി ദാറ്റ് മീൻസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഓഫ് 2 ആറ്റംസ്. കൈ എ മൈനസ് കൈ ബി. എയും ബിയും എന്ന് പറയുന്നത് 2 ആറ്റമാണ്. അപ്പോൾ അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ് കൈ എ മൈനസ് കൈ ബി. അപ്പോൾ അത് കിലോ കാലറിയിലാണെങ്കിൽ 0.208 റൂട്ട് ഡെൽറ്റ കിലോ കാലറി പെർ മോൾ. കിലോ ജൂൾ പെർ മോളിലാണെങ്കിൽ നമുക്ക് കൈ എ മൈനസ് കൈ ബി. ഈ വാല്യൂവിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇത് 0.208 എന്നും 0.1017 എന്നും ബൈ ഹാർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഫോർമുലയിൽ കണ്ട പോലെ എന്താണ് ഡെൽറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. ഇ എ ബി മൈനസ് റൂട്ട് ഓഫ് ഇ എ എ ഇൻറ്റു ഇ ബി ബി. ഇ എ ബി എന്ന് പറഞ്ഞാൽ ബോണ്ട് എനർജി ഓഫ് എ ബി. ഇപ്പോൾ രണ്ടാറ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു മോളിക്യൂൾ ഉണ്ടാവുക. അവയ്ക്കിടയിലുള്ളൊരു ബോണ്ട് എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. ഇ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് എനർജി എ. ഇ ബി ബി എന്ന് പറഞ്ഞാൽ ബോണ്ട് എനർജി ഓഫ് ഇ ബി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഡാറ്റാസൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫോർമുലയിൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് എന്ത് ചെയ്യാം പോകാം. നമുക്കൊരു ക്വസ്റ്റ്യനുമായിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് എന്ത് ചെയ്യാം കാണാം.